കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപമുള്ള ഒരു പ്രധാന ജലസേചന പദ്ധതി പ്രദേശവും പ്രശസ്തവുമായ വിനോദസഞ്ചാര കേന്ദ്രവുമായ ഒറ്റക്കൽ വേറിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറിയ തടയണ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് ഈ ബ്രിഡ്ജിലേക്ക്, ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ, ഇതിലേക്ക് നമുക്ക് ഇറങ്ങി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകളും, അതായത് ഈ ഡാമിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചയും പിന്നെ ഈ വനക്കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് ഈ പാലത്തിലൂടെ നമുക്ക് കുറേ അധികം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞങ്ങളങ്ങോട്ട് പോയില്ല, കുറച്ചേ പോയുള്ളൂ. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ കുറച്ച് പേര് കാടിൽ നിന്നും സാധനങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഈ ബ്രിഡ്ജിലൂടെ നടന്നു വരുന്നത് കാണാം. ഞങ്ങളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാട്ടിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങളാണ്, എന്താണെന്ന് വ്യക്തമായി ചോദിച്ചപ്പോൾ പറഞ്ഞ് കാട്ടിൽ നിന്ന് എടുത്തതാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതുവഴി കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ ചോദിക്കാനായിട്ട് ആരുമില്ല. നമുക്കിത് ഏതെങ്കിലും അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും കണ്ടാലേ നമുക്കിത് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ആരെയും ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും, കുറച്ച് നേരത്തെ തന്നെയാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആരെയും അവിടെ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ അങ്ങ് തിരിച്ചു പോന്നു. കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി മെനക്കെട്ടില്ല. പിന്നെ അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് വന്നിട്ട് ഈ വെള്ളത്തിൻ്റെയും ഈ വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. പക്ഷേ എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാൻ തോന്നും കേട്ടോ, അത്ര ഒരു ആംബിയൻസാണ് അവിടെ. പിന്നെ അധികം നേരം അവിടെ നിൽക്കേണ്ട, ഞങ്ങൾക്ക് ഇനി ഒരുപാട് പോകാനുള്ളതാണ്. തെങ്കാശി വരെ ആണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറി ഡാമിൻ്റെ ടോപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് ഈ ഗേറ്റ് തുറന്നിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടോപ്പിൻ്റെ മുകളിലേക്ക് ചെന്നു. ടോപ്പിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ഫുൾ വ്യൂ കിട്ടും, നമുക്ക് രണ്ട് സൈഡിലെയും വ്യൂ കിട്ടും. നമ്മൾ കാണുന്ന ജലം കണ്ട, ഇത് ഒഴുകി വരുന്നത് തെന്മല ഡാമിൽ ജലവൈദ്യുത പദ്ധതിക്ക് ഉപയോഗിച്ച ശേഷം ഒഴുകി വരുന്ന ജലമാണിത്. ഈ വെള്ളമാണ് തടഞ്ഞു നിർത്തിയിട്ട് ഓരോ കൃഷി ആവശ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി ഈ തടയണ വഴി ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഈ തടയണയും ഇതിനോട് ചേർന്നുള്ള പ്രകൃതി ഭംഗിയും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്ലടയാറിൻ്റെ ഇരുവശത്തുമുള്ള പച്ചപ്പും പിന്നെ ഈ പാലത്തിലൂടെയുള്ള കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവും. ശാന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗണ്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഈ ജലത്തിൻ്റെ ഒരു സൗണ്ടാണ്, അത് നമുക്കൊരു ആസ്വാദനമാണ്. ഈ വനത്തിന് നടുക്കിൽ ഇങ്ങനെ ജലം ഇങ്ങനെ പാറകളിൽ അലതല്ലി ഒഴുകി ഇങ്ങനെ വരുന്ന ആ ഒരു സൗണ്ട്, അതൊരു മനസ്സിന് കുളിർമ തരുന്നൊരു സൗണ്ട് കൂടിയാണ്. ഇന്നിനി അധിക സമയം ഇവിടെ നിൽക്കാൻ സമയമില്ല, കാര്യം കുറേ ദൂരം പോകാനുണ്ട്. തെന്മലയും തെങ്കാശിയും പിന്നെ സുന്ദരപാണ്ഡിപുരവും ഇതൊക്കെ കാണണം. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊന്ന് കാണണമെന്നുണ്ട്. വൈകുന്നേരത്തുള്ള ഇതൊക്കെ കാണണം എന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കാണുന്ന വാച്ച് ടവറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കണം. നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാനുണ്ട് കേട്ടോ. നല്ല ഇറക്കത്തിലാണ് ഇതുള്ളത്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നല്ല സ്റ്റെപ്പ് ഇറങ്ങിയാണ് വരേണ്ടത്, കുറച്ചധികം ഇറങ്ങി വരണം. പിന്നെ നേരെ മുകളിലേക്ക് ഞങ്ങൾ കയറി അവിടെ ചെന്നിട്ട് നമ്മുടെ വാച്ച് ടവറിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കണം. അതിനുവേണ്ടി അങ്ങോട്ട് പോയി. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാത, അതായത് NH74. അതിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വാച്ച് ടവർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം എല്ലാവരും ഇവിടെ സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായവും കമൻറ്റുകളും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക.